എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്സിൽ പഠിച്ചാൽ തന്നെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മോഡുലസ് ഉണ്ട്, റിമൈൻഡർ അങ്ങനെ ചക്കമാങ്ങനെ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് നടത്താൽ ലിസ്റ്റ് തന്നെ കിട്ടാണ്ടിരിക്കേണ്ടത്. അതാണ്. ചോപ്പർ കണക്കിന് ഓപ്പറേറ്റർ ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. അസൈൻമെന്റ് എന്ന് വെച്ചാൽ ലൈക്ക് നമുക്കൊരു വേരിയബിൾ കാണും, അതിനകത്തോട്ട് വാല്യൂ ഇടാൻ വേണ്ടി അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഇവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എക്സിൽ 5 ഇടുന്നു, വൈയിൽ 2 ഇടുന്നു, ഇസഡിൽ x+y ഇടുന്നു. അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. നമുക്കൊരു വാല്യൂവിനകത്ത് ഐ മീൻ ലൈക്ക് ഒരു വേരിയബിളിനകത്ത് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി അസൈൻമെന്റ് ഓപ്പറേറ്റർ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓപ്പറേറ്റർ. ഞാൻ പറയണ്ടല്ലോ, ലൈക്ക് രണ്ട് വേരിയബിൾ കാണും. ഇവിടെ ലെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് എക്സും വൈ രണ്ട് വേരിയബിൾ ആണ്. ലെറ്റ് ഉപയോഗിക്കണമെന്നും ഇല്ല കേട്ടാ, ഐ മീൻ ലൈക്ക് ചുമ്മായും വേരിയബിൾ ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ വേരിയബിൾസിന്റെ സെക്ഷൻ വരെ പറഞ്ഞുതരാം. എക്സും വൈ ഇടാൻ പറ്റും. അതേപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അത് കൂടെ നമുക്ക് ഇത്രയും ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ ചുരുക്കം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്ററാണ്. നമുക്ക് അതിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. എക്സ്പോണന്റ് എന്ന് പറഞ്ഞാലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ 2⁻³ എന്നൊക്കെ പറയത്തില്ല, 2⁻3, 2⁻3 അങ്ങനെ മാക്സിമം ഒരു സ്ഥാനമുണ്ട്. അതിനാണ് എക്സ്പോണന്റ് പറയുന്നത്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ഡിവിഷൻ 6/3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2. ഓക്കെ, 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത 2 കിട്ടും എനിക്ക് ആ സാധനം. അടുത്തത് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ തന്നെയാണ്, പക്ഷെ അതിന്റെ റിമൈൻഡർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഞാൻ 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത 0 കിട്ടും റിമൈൻഡർ. ഇൻക്രിമെന്റ് എന്ന് വെച്ചാൽ ലൈക്ക് ഒരു വേരിയബിളിനകത്ത് ഇപ്പൊ 3 ഉണ്ടെങ്കിൽ ഞാൻ a++ എന്ന് കൊടുത്താൽ അതിന്റെ വാല്യൂ 4 ആവും, മൈനസ് കൊടുത്താൽ അതുപോലെ മൈനസ് ആവും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇത് കൂടാതെ നമുക്ക് ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ ആണ്. അത് ഞാൻ ഇതിനകത്ത് ജസ്റ്റ് test.js എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കി. ഇതിനകത്ത് എനിക്ക് ലെറ്റ് a = 10. എനിക്ക് എന്റെ കൂടെ ഒരു 5 ആഡ് ചെയ്യണേല് എന്നിട്ട് അത് a തന്നെ വെക്കണം. എയിൽ 5 ആഡ് ചെയ്ത് എനിക്ക് എയിൽ വെക്കണേല് a = a+5 എന്ന് കൊടുക്കാം. അപ്പൊ റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നോഡ് ഇങ്ങനെയാണ് നോഡ് റൺ ചെയ്യുന്നത്. കണ്ട, ഞാൻ അതൊന്ന് ലോഗും കൂടെ ചെയ്യട്ടെ. ലോഗ് a. ഓക്കെ, ഞാൻ a ലോഗ് ചെയ്തു. 15 വന്നു. ഓക്കെ, 10ഉം 5ഉം 15. ഇതിന് പകരം ഇത് ഇച്ചിരി വലുതല്ലേ, ഇതിന് പകരം എനിക്ക് വേണമെങ്കിൽ a + 5 എന്ന് കൊടുത്താലും സെയിം സാധനം തന്നെയാണ് വർക്ക് ആവുന്നത്. എന്ന് കമന്റ് ചെയ്യാം. കണ്ട, ഇപ്പോഴും 15 അപ്പോഴും 15. അതാണ് ഈ ഒരു സാധനം. ഇതൊരു സാധനം കണ്ട. അതേപോലെ ഇതിനെല്ലാത്തിനും എക്സ്പാൻഷൻ ഉണ്ട്. %= എന്ന് വെച്ചാൽ x = x%5, y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവാം അല്ലെങ്കിൽ വേരിയബിൾ ആവാം. സോ ഇതിനകത്ത് 3 = ഇട്ടാൽ നമുക്ക് അതിന്റെ കേസ് ഓക്കെ. എനിക്ക് ലെറ്റ് a = 5. ഓക്കെ, ലെറ്റ് b = 5. ഓക്കെ, ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. ഞാൻ ജസ്റ്റ് അത് എന്താന്ന് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. a = b ആണോ അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഡയറക്റ്റ് ലോഗ് ചെയ്യാം. a = b. ട്രൂ. ഓക്കെ, ഇനി ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നു. ഓക്കെ, അയ്യോ പറ്റിച്ചേ, ട്രൂ ആണ് വന്നത് ഗൈസ്. ചതിച്ചു ഗൈസ്, ചതിച്ചു. ഓക്കെ, സിമ്പിൾ ഇല്ല. ഓക്കെ, എന്നുവെച്ചാൽ നമുക്ക് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് മൊത്തം ജാവാസ്ക്രിപ്റ്റിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജസിലും ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാറ്റഗറൈസേഷൻ ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ കമന്റ് ഇടാം. ഡേറ്റ ടൈപ്സ്. ഓക്കെ, ഡേറ്റ ടൈപ്സ്. ഓക്കെ, വാട്ട് ആർ ഡേറ്റ ടൈപ്സ്? ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 കാറ്റഗറൈസേഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ്. ഓക്കെ, രണ്ടെന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്. DERIVED, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്. ഇത്രയും 2 കൈൻഡ് ഓഫ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഈ ആദ്യത്തിനകത്ത് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ആൾക്കാരാണ് 1 ഇന്റ്, 2 ബൂളിയൻ, 3 എന്ന് പറയുന്നത് സ്ട്രിങ്, 4 എന്ന് പറയുന്നത് പിന്നെ ബിഗ് ഇന്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ 4 അല്ല, ഇവിടെ D ആണ്. ഓക്കെ, പിന്നെ നമുക്കാരുണ്ട്, ഫ്ലോട്ട് ഉണ്ട്. ഇങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട്. ഓക്കെ,
ഡിറൈവിലോട്ട് ഇപ്പൊ കയറുന്ന ഇത്രയും ആൾക്കാരുണ്ട്. ഇതിനകത്ത് 5 എന്ന് പറയുന്നത് ഒരു നമ്പരാണ്. ഓക്കെ, ഞാനിപ്പോ ഇത് ഇട്ടാ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ ഇവിടെ ഒരു ലോഗ് ഇടുകയാണേ, എന്നിട്ട് ഒരു ലോഗ് ഇട്ട്, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതിക്കോ. അത് വെച്ച് എനിക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ടൈമിലേക്ക് ഒരു വേരിയബിളിന്റെ ടൈപ്പ് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ടൈപ്പ് ഓഫ് എ ലോഗ് ചെയ്തു, ഇവിടെ ടൈപ്പ് ഓഫ് ബി ലോഗ് ചെയ്തു. ഓക്കെ, ഞാൻ ഇനി ഇതൊന്ന് റൺ ചെയ്യാൻ പോവാം. കണ്ട, എ എന്ന് പറയുന്നത് നമ്പരും ബി എന്ന് പറയുന്നത് സ്ട്രിങ്ങും ആണ്. അത് ബി സ്ട്രിങ് ആവാൻ കാരണം ഡബിൾ കോട്സ് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ്. ഇന്റ് എന്ന് പറയുന്നത് ടിപ്പിക്കൽ നമ്പർ ആയിരിക്കും, 1 2 3 നമ്പറാണ്, 1 2 3 4 നമ്പറാണ്, അങ്ങനെ നമ്പറല്ല, അത് നമ്പരാ. ജാവാസ്ക്രിപ്റ്റിനകത്ത് നമുക്ക് 2⁻53 - 1 ഇത്രയും വലിയ നമ്പർ വരെ ഇന്റിനകത്ത് നിൽക്കും. പിന്നെ ബൂളിയൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആയിരിക്കും. സ്ട്രിങ് എന്ന് പറയുന്നത് ഡബിൾ കോട്സിനകത്തിരുന്ന സാധനമോ അല്ലെങ്കിൽ സിംഗിൾ കോട്സിനകത്തിരുന്ന സാധനമോ ഇതായിരിക്കും. ബിഗിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 2⁻53 പ്ലസ് 2⁻53 വലിയ നമ്പേഴ്സ് ആയിരിക്കും. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പർ ആയിരിക്കും, 0.56 അങ്ങനത്തെ സാധനങ്ങൾ. ഡബിൾ എന്ന് പറയുന്നത് ഫ്ലോട്ട് പോലെ തന്നെയാണ്, ഇതിനകത്ത് കുറച്ചുകൂടി ഡെസിമൽ പോയിന്റ്സ് നിൽക്കും. ഇതൊക്കെയാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പോ 5 എന്ന് പറയുന്നത് നോർമൽ നമ്പർ ആയതുകൊണ്ട് ടൈപ്പ് ഓഫ് എ കൊടുത്തപ്പോൾ നമ്പർ വന്നു. പക്ഷെ ഇവിടെ ബിനകത്ത് ഡബിൾ കോഡ്സ് ഉള്ളത് കൊണ്ട് ബൂളിയൻ കൊടുത്തപ്പോൾ ഡബിൾ കോഡ്സ് ഉള്ളതുകൊണ്ട് അതിന്റെ ടൈപ്പ് സ്ട്രിങ് വന്നു. പക്ഷേ സ്ട്രിങ്ങും ഇതും ഈക്വൽ അല്ലല്ലോ, പിന്നെ ഇതെങ്ങനെ ട്രൂ വന്നു? അവിടുത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഡബിൾ ഈക്വൽ ടു ഇട്ടാൽ ഡേറ്റ ടൈപ്പ് നോക്കത്തില്ല. ഡബിൾ ഈക്വൽ ടു ആണ് ഇടുന്നതെങ്കിൽ അതിനകത്തുള്ള വാല്യൂ മാത്രമേ നോക്കത്തുള്ളൂ. ഇതിനകത്തുള്ള വാല്യൂ നോക്കി, ഇത് ഈവൻ ദോ 2 ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ പോലും ഇതിനകത്തുള്ളത് 5 ഇതിനകത്തുള്ള 5 ആണ്. അപ്പൊ അത് ടെക്നിക്കലി ഈക്വലാ. ഇനിയിപ്പോ എനിക്ക് ഡേറ്റ ടൈപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡബിൾ ഈക്വൽ ടു ട്രിപ്പിൾ ഈക്വൽ ടു ഇടേണ്ടി വരും. ഇനി ഞാൻ റൺ ചെയ്താൽ ഫോൾസ് ആയതുകൊണ്ടോ. ഇപ്പോ ഡബിൾ ഈക്വൽ ടുവും ട്രിപ്പിൾ ഈക്വൽ ടുവിന്റെയും കാര്യം ക്ലിയർ ആയോ? പിന്നെ ഡേറ്റ ടൈപ്സ് എന്താണ്, പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ളത്. നമ്മൾ ഇതിനകത്ത് നോട്ട് ഈക്വൽ ടു ഉണ്ട്, നോട്ട് ഡബിൾ ഈക്വൽ ടു ഉണ്ട്. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ടൈപ്പ് നോക്കത്തില്ല, നോട്ട് ഈക്വൽ ടു ആണോ നോക്കും. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ വിത്ത് ടൈപ്പിലൊരു ഡിഫറൻസ് വന്നാലും അത് നോട്ട് ഈക്വൽ ടു ആവും. പിന്നെ സ്ട്രിംഗ് കമ്പാരിസൺ, ഇവിടെ എ ലെസ് ദാൻ ബി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എക്കും ബിക്കും നമുക്ക് ആസ്കി വാല്യൂസ് ഉണ്ട്. ഓരോ നമ്പറിനും അതിൻ്റെതായിട്ടുള്ള ഓരോ വേരിയബിൾ ഓരോ ആൽഫബറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നമ്പർ ഉണ്ട്. ആ സാധനത്തിനാണ് നമ്മൾ ആസ്കി വാല്യൂസ് എന്ന് വിളിക്കുന്നത്. ആസ്കിക്ക് എന്തോ ഫുൾ ഫോം ഉണ്ടായിരുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇതിനെ നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ ബൈനറിയിലാക്കുമ്പോഴത്തേക്ക് ബൈനറി അല്ല, ട്രാൻസിഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് അത് ഈ ആസ്കി വാല്യൂ ആവറാണ് പതിവ്. ഇവിടെ A65 B66 ആണ്. ഈ ലെസ് ദാൻ ഓപ്പറേറ്റർ ഒക്കെ ഇടുമ്പോഴത്തേക്ക് ആ ഒരു സാധനമാണ് നോക്കുന്നത്. അപ്പോൾ 65 ലെസ് ദാൻ 66 ആണ്, അതുകൊണ്ട് ഇവിടെ ട്രൂ വന്നു.